ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഗെയിം കളിച്ച് ക്യാഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സ്പിൻപൂൾ ഗെയിമിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഈ ഗെയിമിൽ എങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങാം, എങ്ങനെ വാലറ്റ് റീചാർജ് ചെയ്യാം, എങ്ങനെ ഗെയിം കളിക്കാം, അതുവഴി എങ്ങനെ കൂടുതൽ കോയിൻസ് ഉണ്ടാക്കാം, ആ കോയിൻസ് ക്യാഷായി എങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പിൻവലിക്കാം എന്നുള്ള വിവരങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ബ്രൗസറിൽ പോയി URL nxlgames.in കൊടുത്ത് സെർച്ച് ചെയ്യുക. nxlgames.in. ഓരോ തവണയും URL കൊടുത്ത് കയറുന്നതിന് പകരം ആഡ് ടു ഹോം സ്ക്രീൻ കൊടുത്ത് സ്പിൻപൂൾ ഗെയിംസ് എന്ന് കൊടുത്ത് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഹോം സ്ക്രീൻ നോക്കിയാൽ അവിടെ ഐക്കൺ വന്നിട്ടുണ്ടാകും. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആദ്യം അക്കൗണ്ട് തുടങ്ങാം. ആദ്യം നെയിം കൊടുക്കുക, മൊബൈൽ നമ്പർ, മെയിൽ ID, പിന്നെ ഒരു പാസ്വേഡ് കൂടി കൊടുക്കുക. ഇനി ഒരു റെഫറൻസ് കോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വേറെ ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണ് കയറുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും റെഫറൻസിലേക്ക് അയച്ച് ആ വഴിയാണ് കയറുന്നതെങ്കിൽ റെഫറൻസ് കോഡ് കൊടുക്കണം. ഇനി I agree കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് രജിസ്റ്റർ ആയി കഴിഞ്ഞു. ഇനി ലോഗിൻ ചെയ്യാം. മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം. ഇപ്പോൾ കാണുന്ന സ്ക്രീനിൽ ക്ലിക്ക് ടു പ്ലേ കൊടുത്ത് ഇതിൽ വിജയിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് മുന്നോട്ട് പോവാൻ കഴിയൂ. ഇതിൽ ക്ലിക്ക് ടു പ്ലേ കൊടുത്ത് നമ്മൾ ഒരു നമ്പർ തിരഞ്ഞെടുക്കണം. ഞാൻ 7 എടുത്തു. എന്നിട്ട് നമ്മൾ ഇതിൽ എറിഞ്ഞു കുളിക്കണം. അതിൽ കൊണ്ടു. ഇങ്ങനെയാണ് നമ്മൾ ഗെയിമിൽ കയറുന്നത്. ഇതിൽ നമുക്ക് 6 ഗെയിംസ് ആണ് കളിക്കാനായിട്ടുള്ളത്. 6 ഗെയിംസ് കളിക്കണമെങ്കിൽ വാലറ്റിൽ പണം വേണം. ഇതിൽ ഇപ്പോ പണം ഇല്ല, 0 ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇത് നമുക്ക് ആദ്യം റീചാർജ് ചെയ്യണം. അതിനു മുൻപ് ഞാനിപ്പോൾ ഇതിലുള്ള മെനു എല്ലാം കാണിച്ചു തരാം. ഒന്നാമത്തെ നമ്മുടെ വാലറ്റ്, 0 ബാലൻസ്, പണം പിൻവലിക്കുന്ന ഓപ്ഷൻ, പിന്നെ റീചാർജ് ചെയ്യാനുള്ള പണം, ഈ കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത്. ഇനി മൈ പ്രൊഫൈൽ റെഫറൻസ് കോഡ് വന്നിട്ടുണ്ട്. ഷെയർ റെഫറൻസ് കോഡ് കൊടുത്ത് കഴിഞ്ഞാൽ ഇതുവഴി ആരെങ്കിലും ഈ ലിങ്കിൽ കൂടി കയറുകയാണെങ്കിൽ അവർ കളിക്കുന്ന കളിയിൽ നിന്നും നമുക്ക് ഓരോ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. അതുകൂടാതെ ഇതിൽ നെയിം, ഫോൺ നമ്പർ, മെയിൽ ID, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എല്ലാം കൊടുക്കണം. ബാങ്ക് വിവരങ്ങൾ കൊടുത്താൽ മാത്രമേ നമുക്ക് പണം പിൻവലിക്കാൻ കഴിയൂ. അടുത്ത ഓപ്ഷൻ വിഡ്രോ. ഇതിൽ നമ്മൾ പണം പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ പിൻവലിച്ചതിന്റെ ഓരോ വിവരങ്ങളും അതിന്റെ വിശകലനവും സമയം എല്ലാം കാണിക്കുന്നതായിരിക്കും. ഇനി ഹിസ്റ്ററി. ഇതിൽ അവസാനത്തെ 10 വട്ടം വിജയിച്ചതിന്റെ വിവരം മാത്രമേ കാണിക്കുക. അടുത്തതായി റേസ് എ ടിക്കറ്റ്. ഇതിൽ പണമിടപാട് ഉള്ള പ്രശ്നങ്ങൾ, എന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ കൊടുക്കാം. സെലക്ട് ടൈപ്പ് എന്ന് ഉള്ളതിൽ പണം സംബന്ധിച്ച് ഉള്ളതോ സാങ്കേതികമായതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം, ഇത്രയും ഓപ്ഷൻ ഉണ്ടായിരിക്കും. എന്തെങ്കിലും സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ അതും കൂടി കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അത് പരിഹരിച്ച് തരുന്നതായിരിക്കും.